പത്തനംതിട്ടയിൽ പ്രൈവറ്റ് ബസ്സിൽ അതിക്രമിച്ച് കയറി ഡ്രൈവറെ ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു. കണ്ണങ്കരയിൽ ഇന്ന് വൈകുന്നേരമാണ് സംഭവം. അല്ലമീൻ ബസ്സിലെ ഡ്രൈവർ രാജേഷിനെയാണ് ഹെൽമെറ്റ് കൊണ്ട് അടിച്ച് നേരെയാക്കിയത്. കത്തികൊണ്ട് കുത്താനും ശ്രമിച്ചു. കൊടുമൺ സ്വദേശി മിഥുനാണ് ആക്രമിച്ചത്. പിടിവലിയിൽ ഈ മിഥുനും പരിക്കേറ്റു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടിയും കൊണ്ടുകൊണ്ടും പുള്ളി ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരുന്നു. ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ 24 പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുക. ഒരാൾ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്നു, മറ്റൊരുവൻ പിന്നിൽ നിന്ന് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. എന്തൊരു സൃഷ്ടിയായി ഇതൊക്കെ എന്നുള്ളതാണ്. AV ജയശങ്കർ ചേരുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കിടക്കാനുള്ള സ്ഥലം കൃത്യമായി കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മാന്യമായിട്ട് ബസ്സിൽ കയറി നടക്കാൻ പറ്റുമോ? പറയൂ ജയശങ്കർ. ഇന്ന് വൈകിട്ടോടു കൂടിയായിരുന്നു പത്തനംതിട്ട കണ്ണങ്കരയിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. അല്ലമീൻ ബസ്സിലെ ഡ്രൈവർ രാജേഷിനെയാണ് ഈ ഒരു സംഘം വന്ന് ആക്രമണം നടത്തിയത്. അദ്ദേഹത്തെ ഹെൽമറ്റ് കൊണ്ട് അടിക്കുകയും ഒപ്പം തന്നെ പിന്നിൽ നിന്ന് കത്തി ഉപയോഗിച്ച് കുത്താനുള്ള ഒരു ശ്രമം നടന്നെന്തായാലും പിടിവലിയിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയ പ്രതി കൊടുമൺ സ്വദേശി മിഥുനും പരിക്കേറ്റിട്ടുണ്ട്. മിഥുന്റെ സുഹൃത്തിനെ ഡ്രൈവർ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയുള്ള വിരോധമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് എന്തായാലും ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ മിഥുനെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചതിനു ശേഷമാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നടന്നത്. ഇതിൽ ഏറ്റവും അപകടകരമായ കാര്യം സ്കാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജേഷ് ബസ് ഓടിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഹെൽമറ്റും മറ്റും ഉപയോഗിച്ചൊരു ആക്രമണം അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്നത്. ഈ ബസ്സിൽ യാത്രക്കാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. 2 തവണയാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നത്. ആദ്യഘട്ടത്തിൽ ബസ് പെട്രോൾ പമ്പിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നതിനിടയിൽ ആക്രമണം ഉണ്ടായി. ആ സമയത്ത് ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നില്ല. പിന്നീട് ഇറങ്ങിപ്പോയ പ്രതി വീണ്ടും വന്ന് യാത്രക്കാർ ഉൾപ്പെടെയുള്ള ഘട്ടത്തിലാണ് വീണ്ടും ഹെൽമറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തിയത്. ഈ ബസ് ഒന്ന് കൈവിട്ടു പോയിരുന്നെങ്കിൽ വലിയ തോതിലുള്ള അപകടങ്ങൾക്ക് ഉൾപ്പെടെ കാരണമാകും. അദ്ദേഹം ഈ തല്ലുകൊണ്ട രാജേഷ് ഇത്തരത്തിൽ ഈ മർദ്ദനത്തിന്റെ ഇടയിലാണ് സ്റ്റിയറിംഗ് ഉപയോഗിച്ച് ബസ് നിയന്ത്രിച്ചു എന്നും ശ്രദ്ധേയമാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട പോലീസ് ഈ മിഥുനെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വൈരാഗ്യമാണ് ഇത്തരത്തിൽ സുഹൃത്തിനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടതിലെ വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് കൊണ്ടുപോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് സീതത്തോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ് അല്ലമീൻ ബസ്. അതിന്റെ ഡ്രൈവർ രാജേഷിന് നേരെയാണ് ഇങ്ങനെ പരസ്യമായി വൈകുന്നേരം ഇത്തരത്തിൽ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് എന്തായാലും മിഥുൻ കടന്നിട്ടുള്ളത്. പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മിഥുനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശങ്കർ, ഈ ഒരുപക്ഷെ ഈ തല്ലുകൊണ്ട് വണ്ടി ഓടിക്കേണ്ടി വരുന്ന ഒരു ഡ്രൈവർക്ക് വല്ലാത്തൊരു വെല്ലുവിളി തന്നെയാണ് ഇത്.